ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രത്യേകതയുണ്ടായത് ബി.ജെ.പിക്ക് ഒരു സീറ്റ് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കേരളത്തിൽ ഒരു പാർലമെന്റ് സീറ്റ് ബി.ജെ.പിക്ക് നേടാനായി എന്നത് ഗൗരവപൂർവം പരിശോധിക്കേണ്ട കാര്യമാണ്. അതിനിടയാക്കിയ ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിൽ ചില കാര്യങ്ങൾ ഗൗരവമായി വിവിധ വിഭാഗങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുമുണ്ട്. ബി.ജെ.പിയെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സഹായിച്ച ശക്തികൾ അവര് നല്ല രീതിയിൽ ചിന്തിക്കണം. സ്വീകരിച്ച നിലപാട് ശരിയായോ എന്ന്. ബി.ജെ.പിക്ക് ബി.ജെ.പിയുടേതായ പിന്തുണ നേരത്തെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിലുണ്ടായിട്ടുണ്ട്. ആ പിന്തുണയല്ല ഇപ്പോ വിജയത്തിലേക്ക് എത്തിച്ചത്. ആ പിന്തുണ ബി.ജെ.പിയുടെ പിന്നിലുള്ള ശക്തികൾ, ആർ.എസ്.എസ്. അടക്കമുള്ള സംഘപരിവാർ ശക്തികൾ, അവർക്ക് ആകർഷിക്കാൻ കഴിഞ്ഞ ജനങ്ങളുടെ ഭാഗമായുള്ളതാണ്. അത് എല്ലാ കാലത്തും എല്ലായിടങ്ങളിലും ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നു. ബി.ജെ.പിയുടെ നേരത്തെയുള്ള പേരുകാർക്കും ജനസംഘത്തിനും ആ തരത്തിൽ ഒരടിത്തറയുണ്ടായിരുന്നു. ഇവിടെ ഒരു ദശാബ്ദക്കാലമായി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ശക്തമായ ഇടപെടലിലൂടെ ചില വിഭാഗങ്ങളെ ഈയൊരു കാര്യത്തിനായി പ്രത്യേകമായി സ്വാധീനിക്കാൻ ബി.ജെ.പി. ശ്രമിച്ചു എന്നത് വസ്തുതാപരമായ കാര്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബി.ജെ.പിയുടെ ഉന്നതർ മാത്രമല്ല, ഭരണതലത്തിലുള്ള ഉന്നതരും ഇത്തരം ചില വിഭാഗങ്ങളുടെ മേധാവികളുമായി ചർച്ച ചെയ്തു എന്നതും രഹസ്യമായ കാര്യമല്ല. ഇന്നത്തെ കാലത്ത് ഒന്നും രഹസ്യമല്ലല്ലോ. എല്ലാം അപ്പോഴല്ലെങ്കിലും പിന്നീട് പരസ്യമാവുമല്ലോ. ആ ചർച്ചയിലൂടെ നേരത്തെ തന്നെ പരസ്പര ധാരണ ഉണ്ടാവുകയായിരുന്നു. ഇപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പില് ഈ പരസ്പര ധാരണയുടെ ഭാഗമായി നിലപാടുകളും സ്വീകരിക്കപ്പെട്ടല്ലോ. ഇനിയെങ്കിലും ചെയ്തത് ശരിയായോ എന്ന് അത്തരം ആളുകൾ ചിന്തിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങൾക്കറിയാം, ഞങ്ങളോട്, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് എന്തെങ്കിലും പ്രത്യേകമായ വിരോധം വെച്ചു പുലർത്തിയതിന്റെ ഭാഗമായല്ല ഇത്തരത്തിലുള്ള ഒരു നിലപാട് മാറ്റം ഉണ്ടായത് എന്ന്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുകയായിരുന്നു. അവസരവാദപരമായ നിലപാടെടുത്ത്
തങ്ങളുടേതായ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ നിലയാണ് വേണ്ടത് എന്ന നിലപാടെടുക്കുകയായിരുന്നു. അതിനപ്പുറം ഞാനിപ്പോ കടക്കുന്നില്ല. വിവരങ്ങളില്ലാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ അല്ല, അതൊരു ഭംഗിയല്ല എന്നുള്ളത് കൊണ്ട്. കാരണം ഇങ്ങനെ നിലപാടെടുത്തവരെയൊന്നും ഒരു ശത്രുതാ മനോഭാവത്തോടെയല്ല ഞങ്ങൾ കാണുന്നത്. ഇത് തിരുത്തേണ്ട ഒരു കാര്യമാണ്. ശരിയല്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത്. നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന് ചേരാത്ത നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പറയാനിടവരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വിഭാഗങ്ങൾ ഗൗരവമായി പരിശോധിക്കുക, ആ പരിശോധനയിലൂടെ കൃത്യമായ നിലപാടെടുത്തു പോവുക. ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള ആക്രമണത്തിനിരയായിട്ടുണ്ട്. പലതും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്വത്തും പണവും വീടും നാടും മാത്രമല്ല, ജീവൻ നഷ്ടപ്പെട്ടവർ ഒട്ടേറെ പേരാണ്. അവരെയെല്ലാം പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നവർ, അവർക്കെല്ലാം വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്നവർ, ഇത്തരത്തിലുള്ള ആക്രമണത്തിന് നേതൃത്വം കൊടുത്തവരെ സഹായിക്കുന്ന നിലപാട് ഇവിടെ സ്വീകരിച്ചത് ശരിയായോ? അതാണ് പരിശോധിക്കേണ്ടത്. ആ പരിശോധന വളരെ വേഗം ബന്ധപ്പെട്ട വിഭാഗങ്ങൾ നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള വിജയം നേടാനായില്ല എന്നത് തന്നെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിരോധപരമായ സമീപനത്തിന്റെ ഭാഗമായി വന്ന തെരഞ്ഞെടുപ്പ് ഫലമായല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണേണ്ടത്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്നത് ഒരു ഇടതുപക്ഷ സർക്കാരാണ്. രാജ്യത്ത് ആകെയുള്ള ഒരേയൊരു ഇടതുപക്ഷ സർക്കാർ. ഇടതുപക്ഷത്തോട് എല്ലാ കാലത്തും നമ്മുടെ വലതുപക്ഷത്തിന് കടുത്ത എതിർപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയുന്നത്, കേരളത്തിലെത്തുമ്പോ ഇവിടെ വലിയ തോതിൽ വലതുപക്ഷമാകെ ഒന്നിച്ചു നിൽക്കുകയാണ്. വലതുപക്ഷം വ്യത്യസ്ത ചേരികളിൽ നിന്ന് ഏറ്റുമുട്ടുന്ന അവസ്ഥ കേരളത്തിന് പുറത്തുണ്ടെങ്കിലും ഇവിടെ എത്തിയാൽ വലതുപക്ഷം ഒറ്റക്കെട്ടാണ്. ഇപ്പൊ രണ്ട് പ്രധാന പാർട്ടികളാണ് വലതുപക്ഷത്തിൽ. ഒന്ന് ഇന്നത്തെ അവസ്ഥയിൽ ഭരണം കൈയാളുന്ന BJP, മറ്റൊന്ന് നേരത്തെ മുതൽ വലതുപക്ഷ ശക്തിയായി നിൽക്കുന്ന കോൺഗ്രസ്. ഈ രണ്ടും കേരളത്തിന് പുറത്ത് ശക്തമായി ഏറ്റുമുട്ടുന്ന അവസ്ഥ തന്നെയാണ്. എന്നാൽ കേരളത്തിലെത്തുമ്പോൾ ഇവര് തമ്മിൽ പ്രത്യേകമായ ഒരു സമരസം ഉണ്ടാകുന്നു, ഒരു സമവായം ഉണ്ടാകുന്നു. ഉദാഹരണങ്ങളിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല. അതിന്റെ ഭാഗമായി ഒന്നിച്ചു നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ നീക്കം, അത് LDF ഗവൺമെന്റിനെതിരെയുള്ള നീക്കം. അവർക്ക് ഇടതുപക്ഷത്തിന് ഇവിടെയുള്ള ജനസ്വാധീനം നഷ്ടപ്പെടുത്തണം. ഇടതുപക്ഷത്തിന് ജനസ്വാധീനമുണ്ടായിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക ഗിമ്മിക്ക് കൊണ്ടല്ല, ജനങ്ങളോടൊപ്പം നിൽക്കുന്നതിന്റെ ഭാഗമാണ്.
ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ കേരളത്തിൽ നടപ്പാക്കിയ ജനോപകാരപ്രദമായ കാര്യങ്ങളുണ്ട്. രണ്ട് ഭാഗം അതിനുണ്ട്. ഒന്ന്, ഒരു സംസ്ഥാനത്തിന് പൊതുവെ നേടേണ്ട വികസനം, അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ. മറ്റൊന്ന്, നമ്മുടെ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് സാധാരണഗതിയിൽ വിഷമം അനുഭവിക്കാതിരിക്കാനുള്ള പിന്തുണ നൽകൽ. അതിനാണ് ജനക്ഷേമം മുൻനിർത്തിയുള്ള ആശ്വാസ നടപടികൾ. ഈ കാര്യങ്ങൾ ഇടതുപക്ഷം സ്വീകരിക്കുന്നത് തൽക്കാലം 4 വോട്ടിംഗ് പോരട്ടെ എന്ന ചിന്ത കൊണ്ടല്ല. അതാണ് ഇടതുപക്ഷത്തിന്റെ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കലാണ് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത. അതിന് തടസ്സമുണ്ടാക്കാനുള്ള ഇടപെടലുകളാണ് ബോധപൂർവം ഇവിടെ ഉണ്ടായത്. അതിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തിന് പരമ്പരാഗതമായി വലിയ തോതിൽ സാമ്പത്തിക ശേഷി ഇല്ലാതായിട്ടുണ്ട്. അപ്പോ നമ്മുടെ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നതിൽ 2-3 ഘടകങ്ങൾ ഒരേപോലെ ഒത്തുചേരേണ്ടതുണ്ട്. ഒന്ന്, കേരളത്തിന്റെ തനത് വരുമാനം. 2, സംസ്ഥാനത്തിന് കേന്ദ്രം നൽകുന്ന വിഹിതം. അതിലെ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിലടക്കമുള്ള വിഹിതമുണ്ട്, മറ്റ് സാമ്പത്തിക വിഹിതവുമുണ്ട്. 3, ഒരു സംസ്ഥാനമെന്ന നിലക്ക് സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി എടുക്കേണ്ടി വരുന്ന വായ്പ. ഈ കാര്യങ്ങളിൽ നാം പരിശോധിച്ചാൽ കാണാൻ കഴിയും, സംസ്ഥാനത്തിന്റെ തനത് വരുമാനം, ആ തനത് വരുമാനം വലിയ തോതിലാണ് വർദ്ധിച്ചിട്ടുള്ളത്. അഭിമാനകരമായ വർധനവ്. ആ വർധനവിന്റെ തോത് കണക്കാക്കിയാൽ ഒരു സാമ്പത്തിക പ്രശ്നവും കേരളത്തിന് ഉണ്ടാകേണ്ടതില്ല. പക്ഷെ എന്ത് സംഭവിച്ചു? കേരളത്തിന് കേന്ദ്രം നൽകേണ്ട വിഹിതം അത് വെട്ടിക്കുറച്ചു. കുറച്ച് നിശ്ചയിച്ച വിഹിതവും നൽകാതായി. കേന്ദ്രവും സംസ്ഥാനവും കൂടി ചെലവിടുന്ന കാര്യത്തിലുള്ള കേന്ദ്രവിഹിതം സംസ്ഥാനം ചെലവിട്ട് കഴിഞ്ഞത് കേന്ദ്രം നൽകാതായി. ഇതിനെല്ലാം പുറമെ കടമെടുക്കാനുള്ള പരിധി സംസ്ഥാനത്തിന്റെ അവകാശമാണത്. പക്ഷേ ആ കടമെടുക്കാനുള്ള പരിധി വല്ലാതെ വെട്ടിക്കുറച്ചു. ആ അനുവദിച്ച പരിധി തന്നെ എടുക്കാൻ അനുവദിക്കാതിരുന്നു. ഇങ്ങനെ ഒരു സംസ്ഥാനത്തിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത അത്യന്തം ഗൗരവമായ സാമ്പത്തിക സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചു. ഒറ്റ ഉദ്ദേശം മാത്രം, എങ്ങനെ ഇവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടുപോകും എന്നത് കാണട്ടെ. ആ മനോഭാവം കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ് കാണിച്ചപ്പോ ഈ നാടിന്റെ പ്രശ്നമെന്ന നിലക്ക് അതിനെ ചോദ്യം ചെയ്യാൻ, ഈ നാടിന് അർഹതപ്പെട്ട വിഹിതം കിട്ടണമെന്ന് ആവശ്യപ്പെടാൻ സാധാരണഗതിയിൽ തയ്യാറാകേണ്ട നമ്മുടെ നാട്ടിലെ വലതുപക്ഷ ശക്തിയായ കോൺഗ്രസ് അതിന് തയ്യാറായില്ല. ഇതും നമ്മുടെ അനുഭവമാണ്. BJP സർക്കാർ ഉന്നയിക്കുന്ന വിദണ്ഡവാദങ്ങൾ അവർ വലിയ തോതിൽ എടുത്ത് പ്രയോഗിക്കുന്ന അവസ്ഥയും വന്നു. ഇതിന്റെ ഫലമായി എന്ത് സംഭവിച്ചു? ഇപ്പോ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരു ഘട്ടത്തിലും ശമ്പളം മുടങ്ങിയില്ല.
പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ പറ്റിയവരുടെ പെൻഷനും മുടങ്ങിയില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ മുടക്കം വന്നു. ഇപ്പൊ DA ആ കാര്യത്തിൽ മുടക്കം വന്നു. നമ്മുടെ ക്ഷേമ പെൻഷൻ വലിയ തോതിൽ ഞെരുക്കം അനുഭവപ്പെട്ടു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ അവസാനം ആശ്വാസം വരുന്നത് കേരള സർക്കാർ നമ്മുടെ രാജ്യത്തിന്റെ അത്യുന്നത കോടതിയായ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതി കേസ് വാദം കേട്ടുകൊണ്ടിരിക്കെ നമുക്ക് അർഹതപ്പെട്ട വിഹിതം തരാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നു. ഒരു പ്രത്യേക ഘട്ടത്തിൽ സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? കേരളത്തിന് അർഹതപ്പെട്ട ആ വിഹിതം നിങ്ങൾ നൽകേണ്ടതല്ലേ? ആദ്യം അത് നൽകൂ, എന്നിട്ട് വരൂ. ആ നിലപാട് കാരണം ആ വിഹിതം നമുക്ക് കിട്ടി, അല്ലെങ്കിൽ അതും താമസിപ്പിക്കുകയായിരുന്നു. ആ വിഹിതം കിട്ടിയപ്പോൾ കേരളത്തിലെ എത്ര വേഗം സംസ്ഥാന സർക്കാരിനെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞു എന്നതും നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. അപ്പോ കേരളത്തെ ശ്വാസം മുട്ടിക്കുക, സാമ്പത്തികമായി ഞെരുക്കുക. ഇപ്പോ സംസ്ഥാന സർക്കാർ ഇതിന്റെ ഭാഗമായി കാണുന്ന കാര്യം, സുപ്രീം കോടതി ഈ പ്രശ്നങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയുടെ ഭാഗമായുള്ള നിലപാടുകൾ നമ്മുടെ രാജ്യത്തിന്റെ ഉന്നത കോടതിയുടെ ഭാഗത്ത് വന്നേക്കാം. അതോടൊപ്പം ഇവിടെ വലതുപക്ഷത്തിനൊരു അജണ്ടയുണ്ട്. ആ അജണ്ട ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കരുത്. ജനങ്ങളെ എങ്ങനെയെല്ലാം പ്രയാസപ്പെടുത്തണം, ആ പ്രയാസപ്പെടുന്നതിന്റെ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് വരുത്തി തീർക്കണം. അതിലെ ഒരു കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അപ്പൊ അതിലൊന്ന്, സാധാരണഗതിയിൽ DA അനുവദിക്കുന്നതിനുള്ള പ്രയാസം സാമ്പത്തിക വിഷമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഫലപ്രദമായ നടപടി ആ കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കാൻ പോവുകയാണ്. ഒരു സംശയവും വേണ്ട, എല്ലാ ജീവനക്കാർക്കും അർഹതപ്പെട്ട DA നൽകുന്ന രീതിയിലേക്കുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങും. ഇത് ജീവനക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല, പെൻഷൻകാരുടെ കാര്യത്തിലും ഇത് തന്നെയാണ്. അതിലും അർഹതപ്പെട്ട DA നൽകുന്നതിനുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങും. അതോടൊപ്പം ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. കുറച്ച് കുടിശ്ശിക വന്നിട്ടുണ്ട്. ആ കുടിശ്ശിക മുഴുവൻ തുല്യ ഗഡുക്കളായി ഓരോ മാസവും കൊടുത്തു തീർക്കുന്ന നിലപാട്, സാധാരണ കൊടുക്കേണ്ട പെൻഷനോടൊപ്പം കൊടുത്തുകൊണ്ട് തീർക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കും. ഈ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെക്കുറിച്ചാണ്. BJPയെ കുറിച്ച് നാം ഇങ്ങനെ കാണുമ്പോ ഇവിടെ UDFന്റെ നിലയോ, UDFന്റെ നില, UDFന് വിജയം നേടാൻ കഴിഞ്ഞിരിക്കുന്നു. 18 സീറ്റ് അവർക്ക് നേടാനായി. ഈ 18 സീറ്റ് നേടുമ്പോ എന്താണ് UDFന്റെ നില എന്ന് നാം ആലോചിക്കണം. UDFന് വോട്ട് ചെയ്യാനിടയായ സാഹചര്യം ഒരു പ്രത്യേക രീതിയിൽ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത് കാണേണ്ടത് LDFനോടുള്ള എന്തെങ്കിലും പ്രത്യേക വിരോധത്തിന്റെ ഭാഗമായി UDFന് വോട്ട് ചെയ്തതല്ല. LDFനോട് ഉള്ള മമത
ജനങ്ങൾ പുലർത്തിപ്പോരുക തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരമൊരു നില പൊതുവിൽ നമ്മുടെ കേരളത്തിൽ സ്വീകരിച്ചു പോകാറുണ്ട്. അത് ഇത്തവണയും പൊതുവെ ജനങ്ങളുടെ ഭാഗത്തുണ്ടായി എന്ന് നാം കാണും. അതേതെങ്കിലും തരത്തിൽ LDF-നെതിരായുള്ള ജനങ്ങളുടെ നീക്കത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണ് എന്ന് ഞങ്ങൾ കാണുന്നില്ല. എന്നാൽ UDF ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. UDF-ലെ രണ്ട് പ്രധാന ശക്തികളാണല്ലോ, ഒന്ന് കോൺഗ്രസ്, മറ്റൊന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വളരെ വാശിയോടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ചവരാണ്. സ്വാഭാവികമാണ്, UDF-ന്റെ പ്രധാന ഘടകകക്ഷിയാണ് അവർ. പക്ഷേ UDF-ലെ പ്രധാന ഘടകകക്ഷിയായ ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നത് ലീഗ് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലീഗിന്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ലീഗിന്റെ മുഖം SDP-യുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ രംഗത്തിറങ്ങിയത്? നിങ്ങളും ഈ പറഞ്ഞ വിഭാഗങ്ങളും എല്ലാം കൂടിച്ചേർന്നുകൊണ്ടുള്ള നീക്കമല്ലേ ഉണ്ടായത്? അതിനോട് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് കോൺഗ്രസിനുണ്ടായോ? എന്താണ് ജമാഅത്തെ ഇസ്ലാമി? എന്താണ് SDPI എന്ന് അറിയാത്തതാണോ കോൺഗ്രസിന്? അവര് വലിയ തോതിൽ നിങ്ങളുടെ ഭാഗമായി മാറാൻ നിങ്ങൾ സമ്മതിക്കുമ്പോ അതിന്റെ ഭാഗമായി നിങ്ങളും മാറുകയല്ലേ, നിങ്ങൾ അതിന് പിന്തുണ നൽകുകയല്ലേ? ആ നില 4 വോട്ടിനു വേണ്ടി ചെയ്യുന്നത് നമ്മുടെ നാടിന്റെ നല്ല നാളേക്ക് സഹായകരമായിട്ടുള്ളതാണോ? ലീഗും ലീഗിന്റേതായ പൊതുരീതി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ലീഗിന്റെ മുഖം മാറുന്നുവെന്ന് ഈ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ആ നില നോക്കിയാൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ വകയില്ല. വലിയ തോതിൽ 4 വോട്ടിനു വേണ്ടി കൂട്ടുകൂടാൻ പാടില്ലാത്ത വിഭാഗങ്ങളെ കൂട്ടാൻ നിങ്ങൾ തയ്യാറായി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ അനുഭവം. മറ്റു കാര്യങ്ങളുണ്ട്, വിവാദങ്ങൾ ഉയർന്നു വന്ന പ്രശ്നങ്ങളുണ്ട്, വർഗീയ വികാരം ഉയർത്താൻ വേണ്ടി നോക്കിയ പ്രശ്നങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല. അതെല്ലാം നമുക്ക് പിന്നീട് വിശദമായി ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോ കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരാജയമാണ് സംഭവിച്ചത് എന്ന് വസ്തുതയാണ്. പക്ഷേ ആ പരാജയം ദേശീയ തലത്തിൽ വരാനിരിക്കുന്ന ഒരു ഗവൺമെന്റ്, അതുമായി ബന്ധപ്പെട്ട് LDF അല്ല ഇവിടെ ജയിച്ചു വരേണ്ടത് എന്ന് ഒരു ഭാഗം ചിന്തിച്ചതിന്റെ ഭാഗമായിട്ട് കൂടിയാണ്. ആ ചിന്ത LDF-നെതിരായുള്ള ചിന്തയായിട്ട് ഞങ്ങൾ കാണുന്നില്ല. LDF-നെ അപ്പോഴും അവര് നെഞ്ചേറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്കെതിരായ ഒരു പട്ടികയിൽ ഞങ്ങൾ കാണുന്നതേയില്ല. ഇത് നല്ല രീതിയിൽ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നത് തന്നെയാണ് LDF പൊതുവെ കാണുന്നത്. ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കുന്നില്ല. ഇത് NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനമാണ്. NGO യൂണിയൻ നമ്മുടെ കേരളത്തിലെ സർവീസ് സംഘടനകളിൽ ഏറ്റവും പ്രബലമായ സർവീസ് സംഘടനയാണ്. ഏറെക്കുറെ വലിയ തോതിൽ നമ്മുടെ സർവീസ് മേഖലയിലുള്ളവർ അണിനിരന്നിട്ടുള്ള ഒരു സംഘടനയാണിത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം നിർവഹിക്കേണ്ട ചുമതലകളെക്കുറിച്ച്
സ്വാഗതം പറയുമ്പോൾ നിങ്ങളുടെ ജനറൽ സെക്രട്ടറി കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. അത് സ്വാഗത പ്രസംഗത്തിന്റെ ഘട്ടത്തിൽ മാത്രം ഓർക്കേണ്ട ഒരു കാര്യമല്ല എന്നത് മാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം ഭരണം, അതിലെ ഏറ്റവും പ്രധാനം ഭരണനിർവഹണമാണ്. ഭരണനിർവഹണം എന്ന് പറയുമ്പോൾ അതിലെ സുപ്രധാന പങ്ക് നമ്മുടെ ഉദ്യോഗസ്ഥരാണ് വഹിക്കേണ്ടത്. ആ ഉദ്യോഗസ്ഥർക്ക് ആ ചുമതല കൃത്യമായി വഹിച്ചു പോകാൻ പറ്റണം. നമ്മുടെ സംസ്ഥാനത്തിന്റെ ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ നിലനിൽക്കുമ്പോൾ തന്നെ ഈ ചുമതല കൃത്യമായി നിറവേറ്റുന്ന കാര്യത്തിൽ ഫലപ്രദമായി ഒരു സംഘടന എന്ന നിലക്ക് ഇടപെട്ട ചരിത്രമാണ് NGO യൂണിയനുള്ളത്. സിവിൽ സർവീസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി NGO യൂണിയൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. അത്തരമൊരു സംഘടന ഇന്ന് സിവിൽ സർവീസ് രംഗത്ത് വരുന്ന അപജയങ്ങളെക്കുറിച്ച് ഗൗരവമായി കണ്ട് ഇടപെടേണ്ടതുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ ഞാൻ പറഞ്ഞു വെക്കുന്നുള്ളൂ. എല്ലാറ്റിന്റെയും വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. ഇപ്പോ നമ്മുടെ നാട് നല്ല രീതിയിൽ പ്രശംസ പിടിച്ചു പറ്റിയത് രാജ്യത്തിന്റെ മൊത്തമായ സാഹചര്യം എടുത്താൽ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം എന്ന ഖ്യാതി നമ്മൾ നേടിയിരിക്കുന്നു. അതൊരു വസ്തുതയാണ്. എന്നാൽ നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, പൂർണ്ണമായിട്ട് അത് അവസാനിച്ചിട്ടില്ല എന്ന്. പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നാം നടത്തേണ്ട പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളിൽ ചിലയിടങ്ങളിൽ പ്രത്യേകമായി കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഇപ്പൊ അതിനെപ്പറ്റി ഒരു വിശദമായ പരാമർശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അറിയാത്തതുകൊണ്ടോ എന്റെ മനസ്സിലില്ലാത്തതുകൊണ്ടോ അല്ല, ഇപ്പൊ അതിന് ഞാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ കാര്യത്തിൽ എന്തു ചെയ്യാനാകും, ഇത് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ഇപ്പോ അഴിമതി തീണ്ടാതിരിക്കുന്നതിനു വേണ്ടി ഓൺലൈൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു. ചില ഉദാഹരണങ്ങൾ ഇതിനിടയ്ക്ക് ഒരാൾ പറഞ്ഞു, ഓൺലൈനായാൽ ആളെ നേരെ കാണണ്ടല്ലോ. അപ്പൊ ഓൺലൈനിൽ കിട്ടിയ ഒരപേക്ഷ എല്ലാം വ്യക്തമാണ്, പക്ഷെ അതിലൊരു ചെറിയ ശതമാനം വ്യക്തത കുറവുണ്ട് എന്ന് ഈ പരിശോധിക്കുന്ന ആളാണ് എഴുതി വെക്കുകയാണ്. എന്താ ഉദ്ദേശം എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്താ അതിന്റെ ഉദ്ദേശം. അത്തരത്തിലുള്ള ചില പുഴുക്കുത്തുകള് നമ്മുടെ മൊത്തം സിവിൽ സർവീസിനെ വല്ലാതെ അപജയപ്പെടുത്തുകയാണ്. ഇത് നാം ഗൗരവമായി കാണും. നമ്മുടെ മുന്നിൽ ഒരാൾ വരുമ്പോ സ്വാഭാവികമായിട്ടും ചില അപേക്ഷകളിൽ ഒരുപാട് തിരുത്തലുകൾ വേണ്ടതായിട്ടുണ്ടാകും, ചില കുറവുകൾ ഉണ്ടാകാം. ഒരു കുറവ് പറഞ്ഞു കൊടുത്തു, അത് തിരുത്തി വന്നു. രണ്ടാമത്തെ പിന്നെയാ പറയുന്നു, അതും കൊണ്ട് വരുമ്പോൾ മൂന്നാമത്തെ പറയാൻ. ഇങ്ങനെ എത്രയോ തവണ നടക്കേണ്ടി വരുന്ന ഹതഭാഗ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവര് ആ കാണിക്കുന്ന ഉദ്യോഗസ്ഥനെയല്ല കുറ്റപ്പെടുത്തുക. അപ്പൊ അവര് നേരെ ഇതെന്താ ഇത് എന്ത് ഭരണമാണ്. കാരണം ഭരണ നിർവഹണം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കാര്യത്തിൽ നമ്മൾ പൂർണ്ണമായി വിജയിക്കേണ്ടതുണ്ട്. വലിയ തോതിലുള്ള ഒരു പൊളിച്ചെഴുത്ത് ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. സർക്കാരിൻ്റെതായ നടപടികൾ സ്വീകരിക്കാം, അതൊരു ഭാഗമേ ആവൂ. പക്ഷേ നേരത്തെയെല്ലാം ചെയ്തതുപോലെ നിങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടന എന്ന നിലക്ക് അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ശ്രദ്ധ ചെലുത്തേണ്ടതും ഇടപെടേണ്ടതുമുണ്ട്.
മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിറഞ്ഞ സന്തോഷത്തോടെ ഈ 61ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദനം.